ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ അയ്യപ്പ സ്വാമിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കാണിക്കുന്ന 3 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 3 അടയാളങ്ങളും വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. ഞാൻ നിൻ്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാനായി അയ്യപ്പസ്വാമി കാണിക്കുന്ന 3 അടയാളങ്ങളാണ് അവ. ഈ 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരടയാളം ഉണ്ടെങ്കിൽ പോലും അയ്യപ്പസ്വാമി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ അടയാളങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും പറയാം. നിങ്ങളൊരു അയ്യപ്പ ഭക്തനാണെങ്കിൽ സ്വാമിയെ ശരണം എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളിൽ ആരെങ്കിലും മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഒരു വീട്ടിൽ ദൈവിക ശക്തി ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് സകല നന്മകളും നടക്കുമെന്നത് പൊതുവായൊരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ മുൻഗാമികളായ പല ഋഷീശ്വരന്മാരും പറഞ്ഞതനുസരിച്ച് ഒരു വീട്ടിലുള്ളവർ കള്ളം കപടമില്ലാതെ നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ ആ വീട് തേടി ഭഗവാൻ വരും എന്നതാണ്. മാത്രമല്ല, ഭക്തരുടെ കഠിനവ്രതത്തിലും ഭക്തിയിലും സന്തുഷ്ടനായ അയ്യപ്പൻ അവരുടെ വീട്ടിൽ കുടിയിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കഠിനവ്രതം എടുക്കാത്തവരാണെങ്കിൽ പോലും ദിവസവും അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ച് അയ്യപ്പസ്വാമിയെ വണങ്ങുന്നവരാണെങ്കിൽ സ്വാമി അവരുടെ വീട് തേടി വന്ന് ആ വീട്ടിൽ കുടിയിരിക്കുമെന്നും പറയപ്പെടുന്നു. അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം വീട്ടിലുണ്ടെന്ന് കാണിക്കുന്ന 3 അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പസ്വാമി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില ദൈവീക ഗുണങ്ങൾ ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. ദൈവിക ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ആത്മസംതൃപ്തിയും ആത്മനിർവൃതിയും നമുക്ക് അനുഭവപ്പെടും. മുമ്പും നമ്മൾ പൂജകളും പ്രാർത്ഥനകളുമൊക്കെ പൂജാമുറിയിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ ഓരോ പ്രാർത്ഥന ചെയ്യുമ്പോഴും എന്തെന്നില്ലാത്തൊരു ആത്മനിർവൃതി നമ്മുടെ മനസ്സിൽ കളിയാടും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളുണ്ടെങ്കിലും ഇടയ്ക്കിടെ അയ്യപ്പസ്വാമിയുടെ നാമം നിങ്ങളുടെ വായിൽ നിന്ന് വരും. എന്തെങ്കിലും സന്തോഷവാർത്ത കേട്ടാൽ ഉടനെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ വായിൽ നിന്നും സ്വാമി ശരണം എന്ന് വരും. അതേപോലെ ഏതെങ്കിലും ഒരു ദുഃഖവാർത്ത കേട്ടാൽ അതിൽ വലിയതായി ദുഃഖിക്കാതെ നിങ്ങൾ സ്വാമി ശരണമെന്നോ അയ്യപ്പ അയ്യപ്പ എന്നോ പറയും. ഇതുപോലെ തന്നെ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിൽ ഒരു മനസമാധാനം അല്ലെങ്കിൽ മനതൃപ്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ അടയാളം വളരെ പ്രധാനപ്പെട്ട അടയാളമായി കരുതപ്പെടുന്നു. അതായത്, നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് നെയ്വാസന അനുഭവപ്പെടുകയാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ദിവസം നിങ്ങൾ വീട്ടിൽ നെയ്യ് പാചകത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടും നെയ്വാസന വീട്ടിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അയ്യപ്പസ്വാമി നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അയ്യപ്പസ്വാമി നെയ്യഭിഷേക പ്രിയനാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമി ഇരിക്കുന്ന സ്ഥലത്ത് നെയ്വാസന അധികമായി അനുഭവപ്പെടും. അയ്യപ്പ ഭക്തരുടെ വീട്ടിൽ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഉണ്ടാകുമല്ലോ. ഈ ഫോട്ടോയ്ക്ക് ചുറ്റും പല്ലികൾ തുടങ്ങിയ മറ്റ് ജീവികൾ ഇരിക്കുന്നതായിട്ട് കാണാം. ഈ 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരടയാളം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയുടെ
സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് ചുറ്റും പല്ലി പോലുള്ള മറ്റ് ജീവികൾ ചുറ്റി നടക്കുന്നത് കാണാം. ഇതാണ് മൂന്നാമത്തെ ലക്ഷണം.